സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നു എന്നുള്ള സുപ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും 3000 രൂപയിലേക്ക് പെൻഷൻ ഉടൻ ഉയർത്തുമെന്നുള്ള അറിയിപ്പെത്തിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അനർഹരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാകും വർദ്ധിപ്പിച്ച പെൻഷൻ തുക എത്തിച്ചേരുക. അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്കും 2000 രൂപ വീതം എത്തിച്ചേരുമെന്ന സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ 1600 രൂപ വീതമാണ് ജൂൺ മാസം വരെ എത്തിച്ചേർന്നിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ഓണത്തോടനുബന്ധിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലകളിലുള്ളവർക്കും പ്രവാസി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള വിതരണം കുടിശ്ശിക തീർത്ത് ആരംഭിക്കുമെന്നുള്ള അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസവാർത്ത എത്തിയിരിക്കുന്നത്. ജൂൺ മാസം വരെ പെൻഷനുകൾ കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ളവർക്കും പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ എത്തി. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഇന്നു മുതൽ പെൻഷൻ തുക മുടങ്ങാതെ എത്തിച്ചേരും. പെൻഷൻ തുക മുടങ്ങാതെ എത്തിച്ചേരുന്നതിനായുള്ള വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഈ വാർഷിക മസ്റ്ററിംഗ് ബാധകമാണ്. ജൂലൈ മാസം 17 മുതൽ സെപ്റ്റംബർ മാസം 30 വരെയാണ് മസ്റ്ററിംഗിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഔദ്യോഗിക തീയതി. ഇന്നു മുതൽ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മസ്റ്ററിംഗ് കൃത്യമായി സർക്കാർ നിശ്ചയിച്ചു നൽകിയിട്ടുള്ള കാലയളവിനുള്ളിൽ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസം മുതലുള്ള വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുകയില്ല. ഇതുവരെയും പെൻഷൻ തുകയിൽ മുടക്കം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് ബാധകമാണ്. മസ്റ്ററിംഗ് പൂർത്തിയാകുന്നതോടുകൂടി ഇവർക്കുള്ള പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടും. മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കളെ കൃത്യമായി കണ്ടെത്തുകയും അങ്ങനെയുള്ള ഗുണഭോക്താക്കളുടെ അർഹതാ പരിശോധന നടത്തുകയും അനർഹരെന്ന് കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അർഹതാ പരിശോധന നടത്തുമ്പോൾ പെൻഷൻ ഗുണഭോക്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടിട്ടും പെൻഷൻ ആശ്രിതർ കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പിഴപ്പലിശ ഉൾപ്പെടെ ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ തുക ആശ്രിതരിൽ നിന്നും സർക്കാർ തിരികെ പിടിക്കുകയും ചെയ്യും. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്നും കൃത്യമായി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്നും സർക്കാരിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാവും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഇനി മുതൽ വിതരണം ആരംഭിക്കുക. മസ്റ്ററിംഗിനുള്ള പ്രധാന രേഖ ആധാർ തന്നെയാണ്. ആധാറുമായി എത്തി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. വീടുകളിൽ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താവ് കിടപ്പ് രോഗിയാണ് എങ്കിൽ അങ്ങനെയുള്ളവരുടെ വിവരം വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ എന്നിവരെ അറിയിക്കുകയോ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയോ ചെയ്ത് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് ഉറപ്പുവരുത്തേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയുള്ള ആളുകളുടെ മസ്റ്ററിംഗ് ആണ് പൂർത്തിയാകുന്നത്. അതിനുശേഷം ഹോം മസ്റ്ററിംഗ് ആരംഭിക്കുന്നതാണ്. ഹോം മസ്റ്ററിംഗ് ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ് നടത്തുക. സാധാരണഗതിയിൽ എല്ലാ വർഷവും സ്വീകരിക്കുന്നത് പോലെ തന്നെ അതേ നടപടികളാണ് ഈ വർഷവും സ്വീകരിക്കുക. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും. സെപ്റ്റംബർ 30 മസ്റ്ററിംഗിനുള്ള കാലാവധി അവസാനിക്കുന്നതോടുകൂടി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ തുകയാണ് തടസ്സപ്പെടാൻ പോകുന്നത്. ജൂലൈ മാസത്തിലെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുപ്പ് ലേലം നടത്തും. ചൊവ്വാഴ്ച കടമെടുപ്പ് ലേലം പൂർത്തിയാകുന്നതോടുകൂടി ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കും. പെൻഷൻ വർധനവ് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും മറ്റ് അറിയിപ്പുകളും ഉടൻ തന്നെ പുറത്തുവരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.